അത് പിണറായി അല്ല, കാപ്പി പിടിച്ചതും കടല കഴിച്ചതൊക്കെ മുഖ്യമന്ത്രിയും ആണ്, ഞങ്ങളല്ല. ഞങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ധനകാര്യമന്ത്രിക്ക് അത് ബോധ്യമായി. അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രിയും ഇക്കാര്യത്തിൽ ബോധവാനാണ്. അതുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കേന്ദ്രത്തിൻ്റെ അല്ല, ആ കാര്യത്തെ സംബന്ധിച്ച് ഇപ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രിയും സംസ്ഥാന ഗവൺമെൻറ്റും നിരന്തരം നിയമസഭയിൽ പറയുന്നത് എന്താണ്? കേന്ദ്ര ഗവൺമെൻറ് യഥാസമയം ആനുകൂല്യം നൽകാത്തതിൻ്റെ പേരിലാണ് ഞങ്ങൾക്കിത് കൊടുക്കാൻ കഴിയാതെ പോയത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട കേന്ദ്ര ധനമന്ത്രിയും സംസ്ഥാന മുഖ്യമന്ത്രിയും തമ്മിൽ കേരള ഹൗസിൽ വെച്ച് ഏറ്റവും സൗഹൃദപരമായ പ്രാതൽ ഭക്ഷണത്തിനിടയിലുള്ള ഈ സംഭാഷണത്തിൽ ഉന്നയിച്ചില്ല എന്ന് പറയുന്നത് വളരെ വളരെ നിർഭാഗ്യകരമാണ് എന്ന് മാത്രമല്ല പ്രതിഷേധാർഹം കൂടിയാണ്. ഇത്രയും ലൈവായിട്ടുള്ള ഒരു ഇഷ്യൂ കേരളം ചർച്ച ചെയ്യുമ്പോൾ രാജ്യത്തെല്ലാവരും കൗതുകത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു ജനകീയ സമരവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റാണ് ഉത്തരവാദികൾ, സംസ്ഥാന ഗവൺമെൻറ് അല്ല എന്ന് നിരന്തരം ക്യാമ്പയിൻ നടത്തുന്ന CPM-ഉം കേരളത്തിലെ CPM ഗവൺമെൻറ്റും ഇന്ന് മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായി നല്ലൊരു അവസരം ലഭിച്ചപ്പോൾ, കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള അവസരം ലഭിച്ചപ്പോൾ ഇത് ഉന്നയിച്ചില്ലെങ്കിൽ, ഉന്നയിച്ചോ ഇല്ലയോ എന്ന് ഞങ്ങൾക്കറിയില്ല, നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഉന്നയിച്ചിട്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ വളരെ നിർഭാഗ്യകരമാണ്. ഞാൻ അടിവരയിട്ട് പറയുന്നു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കേന്ദ്ര ധനമന്ത്രിയും തമ്മിൽ എന്ത് സംസാരിച്ചു എന്ന് ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഈ പ്രശ്നം ചർച്ച ചെയ്തിട്ടില്ല എന്ന മാധ്യമ വാർത്ത നിങ്ങളുടെ റിപ്പോർട്ട് ശരിയാണെങ്കിൽ അത് വളരെ വളരെ നിർഭാഗ്യകരമാണ്, പ്രതിഷേധാർഹമാണ്. കാരണം ഇത്രയും ലൈവായ ഒരു വിഷയം ഉണ്ടായിട്ടും ചർച്ച ചെയ്തില്ല എന്നുള്ളത്. നേരത്തെ ഇവിടെ സുരേഷ് സൂചിപ്പിച്ച ഒരു കാര്യം, ഇപ്പോൾ കേരളത്തിൽ എന്ത് നടന്നാലും മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുക. താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി താരതമ്യം ചെയ്യണം. കേരളത്തിലെ മിനിമം വേസ് എത്രയാണ്? കേരളത്തിൽ ഓരോ സ്ഥലത്തും നമുക്ക് ലഭിക്കുന്ന കൂലിയുടെ അളവ് എത്രയാണ്? ഇതുമായി കമ്പയർ ചെയ്യുമ്പോൾ 250 രൂപ കിട്ടുന്ന സ്ഥലത്ത് കേരളത്തിൽ 500 രൂപ, 600 രൂപ, 700 രൂപയാണ്. അപ്പോൾ അതുപോലെ തന്നെ വർക്ക് ലോഡിൻ്റെ കാര്യത്തിൽ ആശാ വർക്കേഴ്സ് ഒരു സ്കീം വർക്കേഴ്സാണ്. കേരളത്തിലാണ് മിക്കവാറും എല്ലാ തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളും സർവേ ആയാലും മറ്റു കാര്യങ്ങളെല്ലാം ഇവരെയാണ് ഏൽപ്പിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന വർധനവ് വന്നിട്ടുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിലെ തൊഴിൽ സ്വഭാവം വ്യത്യസ്തമാണ് എന്ന് വിചാരിച്ച് ഞങ്ങളിത് കേരളത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തുകയല്ല. ആശാ വർക്കേഴ്സിൻ്റെ സേവന വേതന വ്യവസ്ഥകൾ ദേശീയ തലത്തിൽ തന്നെ മെച്ചപ്പെടുത്തണമെന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ അഭിപ്രായം, ഇന്ത്യ മുന്നണിയുടെ പൊതുവായിട്ടുള്ള അഭിപ്രായം. ഞങ്ങൾ അതിനുവേണ്ടി തന്നെയാണ് നിൽക്കുന്നത്, അല്ലാതെ കേരളത്തിൻ്റെ മാത്രം പ്രശ്നമായി ഞങ്ങളിതിനെ പരിമിതപ്പെടുത്തുന്നില്ല. UDF MP-മാരുടെ കൺവീനർ ആൻ്റണി ഇക്കാര്യത്തിൽ ഈ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ കൊട്ടിഘോഷിച്ചത് കോവിഡ് കാലത്ത് നടത്തിയ പ്രവർത്തനം ഈ ആശാ വർക്കേഴ്സ് നടത്തുക. എല്ലാവരും വീടിൻ്റെ ജനലും വാതിലും അടച്ച് വീട്ടിലിരുന്ന സമയത്ത് സ്വജീവൻ പോലും പണയപ്പെടുത്തി അവർ നടത്തിയ അധ്വാനമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് കോവിഡ് കാലഘട്ടത്തിൽ ഏറ്റവും ആശ്വാസപ്രദമായിരുന്നു എന്നുള്ളത് ആർക്കും വിസ്മരിക്കാൻ കഴിയില്ല. അപ്പോൾ കോവിഡിൻ്റെ പേരിൽ മേനിനടിക്കുന്നൊരു ഗവൺമെൻറ്റാണ് ഈ പ്രവർത്തനം നടത്തിയ ആശാ വർക്കേഴ്സിൻ്റെ സമരത്തെ അപഹസിക്കുന്നതും ഇകഴ്ത്തുന്നതും പുച്ഛിക്കുന്നതും അതിനെ ആക്ഷേപിക്കുന്നതും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒന്ന്, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കേന്ദ്ര സഹായത്തോടെ മുഖ്യപങ്കം കേന്ദ്രത്തിൻ്റെ ഫണ്ടോടെ നടക്കുന്ന പദ്ധതികളാണ്. ആ പദ്ധതികൾ അതിനെന്തിനാണ് കേന്ദ്രത്തിൻ്റെ വിഹിതം മറച്ചു വെക്കുന്നത്? അതിലെന്തിനാണ് MP-മാരെ മാറ്റി നിർത്തുന്നത്? ഇതിന് വേറൊരു പേരിട്ട് ബ്രാൻഡ് ചെയ്ത് ഇത് തങ്ങളുടേതാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? ആ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണല്ലോ പല കാര്യങ്ങൾക്കുള്ള ഫണ്ട് ലഭിക്കാതെ പോകുന്നത്. അതാണല്ലോ ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്.